അയ്യോ എല്ലടാ നീ ഇവിടെ ഇരിക്കലാ. നിന്നോട് പുറകുവശത്തെ വിറകെല്ലാം കീറിടാൻ പറഞ്ഞല്ലേ, പോയി കീറടാ. പണിയെടുത്ത് നടുവൊടിഞ്ഞു മാമ, കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. റെസ്റ്റാ? നിനക്ക് റെസ്റ്റ് ഒന്നുമില്ല. ആ വിറക് കീറിയിട്ടിട്ട് വേണോ ആ തൊഴുത്തിലെ ചാണകം പാരാൻ പോയെ. അത് കഴിഞ്ഞിട്ട് വേണം കിണറ്റിന്ന് വെള്ളം കോരിട്ട് ആ വലിയ കാനലെല്ലാം നിറയ്ക്കേ. ഓടെ പോയി പണിയെടുക്കടാ, ചെല്ലടാ. മാമാ പണിയെടുപ്പിച്ച് നിന്റെ നാട്ടിൽ ഞാൻ പൊട്ടിക്കൂ. എന്റെപ്പാ കയ്യില. എല്ലാരും ഇവിടെ ജീവിക്കാൻ വേണ്ടിയാ പണിയെടുക്കുന്നത്. ഞാനിപ്പം പണിയെടുക്കാൻ വേണ്ടി ജീവിക്കുന്ന പോലെ ഉണ്ടല്ലോ. നീ വന്ന ആ സെൻട്രൽ കുഞ്ഞുമോൻ അപ്പിട്ടിട്ട് പോയി നോക്കിയാ? അപ്പിയാ? പോയി വൃത്തിയാക്കടാ. ഹലോ വിജോട്ടാ, മാമനെ കൊണ്ട് ഒരു രക്ഷയില്ല വിജോട്ടാ. എന്തെങ്കിലും ഒരു വൈങ്ങളാക്കി തരണം. നമുക്ക് കൊട്ടേഷൻ കൊടുത്തേ. കൊട്ടേഷനോ? ഞാൻ വിളിക്കാം വിജോട്ടാ. കൊട്ടേഷൻ എങ്കിൽ കൊട്ടേഷൻ. ബൈ. ബായ്, ഞാനൊരു കൊട്ടേഷൻ കൊടുക്കാൻ വന്നതാണ്. കൊട്ടേഷൻ അല്ലാണ്ട് ഇവിടെ ആരും മൂലക്കുരുവിന് ചികിത്സക്ക് വരാറില്ല. നീ ആളാരാന്ന് കാണിച്ച. ബായ്, ആള് കുറച്ച് ടെററാണ്. ടെറർ മാറ്റി കൊണ്ട് ഞാൻ ഹൊററായി കൊടുക്കാം. നീ പൊക്കോ, ബാക്കി ഞാനേറ്റിന്. ഈ കാണുന്ന ആൾ നിങ്ങളല്ലേ? നീ എന്നാ ആളെ കളിയാക്കലാ? ആള് മറക്ക്. പിന്നെ ഇത് ഞാനല്ലാണ്ട് നീ എന്താ മണ്ടനാ? മാമ വെള്ളം കോരണ്ടേ മാമ? വേണ്ട. കിണറ്റിന്ന് വെള്ളം കോരാ മാമ? വേണ്ട. രക്ഷപ്പെട്ട് പണിയേറ്റ് മുണ്ടൻ ഒഴിച്ചൊരു ഡാൻസ് പറഞ്ഞാലോ. വിളിച്ചിട്ട് കിട്ടാതെ. മോനെ ദുരന്ത ഏത് വഴി എങ്ങനെയും വരും. ചിലപ്പോ നമ്മളെ തൊട്ട് പുറകെ ഉണ്ടാവും. അയ്യപ്പാ മാമ, ഞാൻ പോയി വരുമ്പോഴത്തേക്ക് ആ തൊഴുത്തിലെ ചാണകലം വാരിയിട്ട് തൊഴുത്ത് വൃത്തിയാക്കി വെക്കണോ? പോയി ചാണം വാരടാ. എത്തിപ്പെടുന്ന സാഹചര്യമാണ് ഒരു മനുഷ്യനെ ഗുണ്ടയാക്കുന്ന നല്ലവനാക്കുന്നത്.